വെൽക്കം ടു റൈഡർ ബ്രോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ മെജസ്റ്റിക്കിൽ ബസ് ഇറങ്ങിയതാണ്. 3 മണിക്ക്. ആൾക്കാരെ ഇല്ല, ഒരു ട്രാൻസ്പോർട്ടും ഇല്ല, അതായത് ബസ്സില്ല, പബ്ലിക് ട്രാൻസ്പോർട്ടില്ല. പക്ഷേ ക്യാബ്സ് ഉണ്ട്, ഓട്ടോസ് ഉണ്ട് അവിടെ, ഓല, ഊബർ, അതുപോലെയുള്ള നമ്മയാത്രി അതെല്ലാം ഉണ്ട് അവിടെ. പക്ഷേ മെജസ്റ്റിക്കിൽ ഇങ്ങനൊരവസ്ഥ, അതായത് രാവിലെ 3 മണിക്ക് ഇങ്ങനെയാണ് അവസ്ഥ. ആക്ച്വലി എല്ലാ ബസ്സും മെജസ്റ്റിക്കിലേക്ക് വരില്ല എന്നതാണ് യഥാർത്ഥ കാരണം. എങ്കിലും KSRTC എല്ലാം ഈ ഒരു മെജസ്റ്റിക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി, അപ്പോൾ BMTC ബസ് സ്റ്റാൻഡിലേക്ക് കുറേ ബസ് ഇങ്ങനെ വെറുതെ നിർത്തിയിട്ടിരിക്കുകയാണ്. ആൾക്കാരൊന്നുമില്ല, പിന്നെ കുറേ ഇരുട് പിടിച്ച കുറേ ഏരിയകൾ. അപ്പോൾ ഈ ഒരു സമയത്ത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, അത്ര സേഫ് അല്ല ഈ ബാംഗ്ലൂർ സിറ്റി. സാധാരണ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ ഹിജടകൾ, അതായത് നമ്മുടെ മലയാളീസ് തന്നെ കുറേയേറെ വീഡിയോസ് ഇവിടെ നിന്ന് എടുത്തിട്ട്, അപ്പോൾ അതൊരു വല്ലാത്തൊരു മാർക്കറ്റായി മാറി. ഇത് ആക്ച്വലി വേറെ ബിസിനസ് നടക്കുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സ്ഥലം. പക്ഷേ ഇന്ന് ഈ ഒരു സമയത്ത് ഒരാളുമില്ല, എല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയം. പോലീസ് ഉണ്ട്, പക്ഷേ അത്ര അവർ കാര്യമായിട്ട് ഒരു ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ഐഡിയലായിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഈ ബാംഗ്ലൂർ സിറ്റിയിലെ മെജസ്റ്റിക് എന്ന സ്ഥലം, ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ റണ്ണിങ്ങിലായിട്ടുള്ളത് എയർപോർട്ട് ബസ് മാത്രമാണ്. അത് KS9 എന്നത് മെജസ്റ്റിക് ടു എയർപോർട്ടിലേക്കുള്ള ഒരു ബസ്. അത് ഇങ്ങനെ അരമണിക്കൂർ കൂടുമ്പോൾ എയർപോർട്ടിൽ നിന്ന് പോവുകയും വരികയും ചെയ്യും. അതും AC ബസ് മാത്രമാണ്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഓട്ടോസ് ഇങ്ങനെ അവിടെ ഇവിടെ എല്ലായിട്ട് ഇവിടെ ഉണ്ടാവും. കാരണം ഓട്ടോസിലൊന്നും ഈ സമയത്ത് പോയാൽ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകും. ഓട്ടോസ് പല തട്ടിപ്പൊടുക്കും, ഒന്നും ചെയ്യാത്ത രീതിയിൽ നമുക്ക് പെട്ടുപോകും. അപ്പോൾ അതൊക്കെയാണ് ഇവിടെയുള്ള മെജസ്റ്റിക്കിലുള്ള കാര്യങ്ങൾ. പിന്നീടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് KSRTCൻ്റെ മറ്റൊരു ബസ് സ്റ്റാൻഡാണത്. അവിടെ നിന്ന് ബസ്സേ വന്നില്ല. അതൊക്കെ ഒരു 4 മണിക്ക് ശേഷം അവർ ബസ്സൊക്കെ വരാം. 4 മണിക്ക് ശേഷം, 4:30-ക്ക് ശേഷം നമുക്ക് മെല്ലെ അത് ഉണർന്ന് വരും. ഇപ്പോഴൊന്നും എത്തിപ്പെട്ടാൽ തന്നെ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അതാണ് ഈ ഒരു ബാംഗ്ലൂർ മെജസ്റ്റിക് എന്ന ഈ സ്ഥലം. 1-2 ആളുകൾ, വളരെ കുറഞ്ഞ ആളുകൾ മാത്രം വന്നിരിക്കുന്നു. അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, അതിനുള്ള ബസ് ഉണ്ടോ അതൊന്നും അറിയില്ല. ഇതാണ് എയർപോർട്ട് ബസ് K9 വോൾവോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ വന്ന് ഈ സമയത്തെല്ലാം പെട്ടുപോയാൽ, ഓട്ടോ എല്ലാം വിളിച്ചാൽ വളരെ ദുർഘടമായ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ അതിന് നിൽക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എയർപോർട്ട് അല്ല മെജസ്റ്റിക്കിലുള്ള കാര്യങ്ങൾ. കുറച്ച് ആൾക്കാരൊക്കെ എയർപോർട്ടിലേക്ക് പോകേണ്ടിയിരിക്കും. അർജൻറ്റായിട്ട് പോകുന്നതും വരുന്നതും ആൾക്കാരുണ്ടാവും. അത്രയും വിജനമായ ഒരു ഏരിയയാണ് നമുക്കിന്ന് മെജസ്റ്റിക്കിൽ റൈഡർ കണ്ടെത്തിയത്. അപ്പോൾ 3 മണിക്കെല്ലാം ഇങ്ങനെയെല്ലാം വന്ന് നിൽക്കുന്നവരും പോവും. എങ്ങനെ പോയാലും നിങ്ങൾ സേഫ് ആകില്ല, കാരണം ഓട്ടോക്കാരെല്ലാം അങ്ങനെ ചീറ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോയെല്ലാം പിടിച്ച് പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക. പിന്നെ എന്ന് വെച്ചാൽ ചായ കുടിക്കാം. ചായയിൽ ഇവിടെ അവൈലബിളാണ് 3 മണിക്കെല്ലാം ചായയും പിന്നെ കോഫി, ബദാം മിൽക്ക് എല്ലാം കൂടെ അവൈലബിളാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പോലീസ് ബസ്സെല്ലാം ഉണ്ട്, പക്ഷെ അവരെല്ലാം ഉറങ്ങുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയാലും ഭയങ്കര പട്ടങ്ങാറായിരിക്കും ഈ ഒരു ഏരിയയിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മെയിനായിട്ട് 6 മണിക്ക് ശേഷം മാത്രം ഇവിടെ ഇവർക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. പിന്നെ 9 മണിക്കുള്ളിൽ വലിയാനും ശ്രമിക്കണം, കാരണം അത്രയും ഡേഞ്ചറസ് ചെറിയ ഏരിയകളാണ് ഈ ഒരു ഏരിയകൾ. പക്ഷേ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചെടുത്തോളം നമുക്ക് സേഫ് ആകാം, ഇല്ലെങ്കിൽ ഡേഞ്ചർ തന്നെയാണ്. അതൊക്കെയാണ് ഈ ഒരു മെജസ്റ്റിക്കിൻ്റെ വിശേഷങ്ങൾ. സാധാരണഗതിയിൽ പകൽ സമയത്ത് രാത്രി 9:30-10 മണി വരെ ഇവിടെ ഹിജടകൾ നിരങ്ങുന്ന സ്ഥലങ്ങളാണ് ഇതിൻ്റെ. ഇപ്പോൾ അതായത് ഈ ഒരു വാക്ക് ബ്രിഡ്ജ് അവിടെ നിന്ന് വെച്ചാൽ അവിടെ നമുക്കൊന്നും സാധാരണ ഫാമിലിക്കോ ആൾക്കാർക്കോ പോകാൻ പറ്റില്ല, കാരണം ഇവരെ ശല്യം കൊണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു ഏരിയ. അപ്പുറത്തേക്ക്
കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒരുമിച്ചിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പിന്നെ അത്രത്തോളം പ്രത്യേകതയുണ്ട് ഈ ഒരു ഏരിയക്ക്. കുറേ ആൾക്കാർ ട്രാൻസ്പോർട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുമാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് പെട്ടുപോകുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. 1-2 ബസ്സുകളൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. അത് ടിൻ ഫാക്ടറി അങ്ങോട്ട് റൂട്ട്, പിന്നെ എയർപോർട്ട്, പിന്നെ അങ്ങനെയുള്ള 2-3 സ്ഥലങ്ങളിൽ മാത്രമേ ബസ് രാവിലെ അടുക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക വരുന്നവർ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ, അതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ക്യാബ് അവൈലബിൾ ആണ്. പക്ഷേ പ്രശ്നമില്ല. ക്യാബൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഓട്ടോ മാക്സിമം ഒഴിവാക്കുക എന്നതാണ് കാര്യങ്ങൾ. അപ്പോൾ റൈറ്റ് റോ കണ്ടത് ഈ സമയത്തൊന്നും എത്തിപ്പെടാറില്ല. മാക്സിമം ഒരു 4:30-5 മണിക്ക് സാധാരണയാണ് എത്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകതകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഉള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സേവ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സേവ് ചെയ്യേണ്ട. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആഭരണങ്ങളും പേഴ്സ്, മൊബൈൽസ് എന്നൊക്കെയാണ്. പിന്നെ എന്ന് വെച്ചാൽ ലൈഫ് തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് ഇവിടെ ഒരു പക്ഷേ ഈ ഒരു സമയത്ത് വന്നുവിട്ടാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടെ. പക്ഷേ ഇവിടെ ഈ ഒരു സമയത്ത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ, അതായത് മാർക്കറ്റിലും ഇതേപോലെ അവസ്ഥ. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ സമയത്തൊരു നല്ല ബിസിനസ് നടത്തുന്ന സ്ഥലങ്ങളാണ് മാർക്കറ്റ്, അത് വീഡിയോയിലുണ്ട്. പക്ഷേ അവിടെ എത്തിപ്പെടാതിരിക്കുക ഒറ്റപ്പെട്ട രീതിയിൽ. അപ്പോൾ ആളൊഴിഞ്ഞ ഈ ഒരു മാർക്കറ്റ് അല്ല ഈ ഒരു ബസ് സ്റ്റാൻഡ്, അതാണ് വെറും ബസ്സുകൾ മാത്രം നിർത്തിയിട്ടിരിക്കുന്നു, ഹോൾട്ടായിട്ടിരിക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 6 മണിക്ക് ശേഷം 5:30-ക്ക് ശേഷം മാത്രം 5:30-ക്ക് ശേഷം 5 മണിക്ക് ശേഷം നമുക്ക് എല്ലാ സ്ഥലത്തേക്കുള്ള ബസ് അവൈലബിലിറ്റിയാണ്. പിന്നെ രാത്രി 9 മണിക്ക് 8:30-9 മണി വരെയുള്ളൂ ബസ്. അത് കഴിഞ്ഞാലൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് ഈ ഒരു മെജസ്റ്റിക്കിലേക്കുള്ള ബസ്സിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ മെയിനായിട്ടുള്ളവർ ഈ ഒരു അവസ്ഥ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടുന്ന ബസ് കയറിപ്പോകാനും ഞാൻ ശ്രമിക്കുന്നു. കാരണം ഇവിടെ എത്ര സമയം നിൽക്കുക, ഒരു ചായ കുടിച്ച് സാവധാനം എൻ്റെ റൂമിലേക്ക് പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഓരോ സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ അവരൊക്കെ ബസ് കിട്ടട്ടെ, സേഫായി പോകട്ടെ എന്ന് ആശ്വസിക്കാം. അപ്പോൾ അതോടൊപ്പം ഒരു ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഹെബ്ബാൾ ദൊഡ്ഡബല്ലാപുര ബസ്സാണ്. അപ്പോൾ നമ്മുടെ റൂട്ടിലേക്കുള്ള ബസ്സാണിത്. അപ്പോൾ നമ്മൾ ഈ ബസ് കയറിയാൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് കയറുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് ആ റൂട്ടിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ ബസ് കയറി. അങ്ങനെ ഈ ഒരു ഏരിയയിൽ ഇനിയും ആളൊന്നും ആയില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ പുറത്തൊക്കെ ഒന്നും പോയത്, കാരണം ലൈറ്റ് പോലും ഇല്ല. അത്രയാണ് കാര്യങ്ങൾ. 1-2 ബസ്സൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഒരു സ്റ്റാൻഡിലെ കഥകൾ. അപ്പോൾ 3 മണിക്ക് 3:30-ക്ക് ഉള്ളിലുള്ള കഥകൾ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് റൈഡർ പ്രോ ചാനൽ. ബൈ ബൈ, സീ യു.